എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന പാട്ട് കേട്ട് കണ്ണു തുറന്ന് ടി വിയിലേക്ക് നോക്കിയപ്പോൾ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവതാരകന്റെ പൊട്ടിച്ചിരിയും അട്ടഹാസവും. എന്തായാലും അടുത്ത ചാനലൊന്ന് മാറ്റി നോക്കി, അവിടെ എന്തായിരിക്കുമെന്നറിയാമല്ലോ. അടുത്ത ചാനൽ തുറന്നപ്പോൾ കണ്ടത് രണ്ട് ബ്ലാക്ക് ക്യാറ്റിനെയാണ്. ഇതെന്താണപ്പോൾ കേരളത്തിൽ വല്ല പൊട്ടിത്തെറി വല്ലതും നടന്നോ, അതിൽ ഭീകരാക്രമണം വല്ലതും നടന്നോ എന്ന് പറഞ്ഞ് അന്തം വിട്ട് നോക്കിയപ്പോഴാണ് താഴെ എഴുതി കാണിക്കുന്നത് 2 കുപ്പി വെളിച്ചെണ്ണയുമായി പോകുന്നവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു. ആഹാ, ഇത്രയുള്ള കാര്യം. എന്നാലും ചാനൽ നിന്ന് മാറ്റി നോക്കി അടുത്ത ചാനലിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണാൻ ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ കേട്ട് അടിക്കുന്നു. എന്തിനാണെന്ന് താഴെ നോക്കിയപ്പോൾ കാണും താഴെ എഴുതി കാണിക്കുന്നത് ജയിലിൽ സുഖമായി ജീവിച്ചിരുന്ന ഗോവിന്ദച്ചാമി 3 നേരത്തെ സുഭിക്ഷമായ ഫുഡ്, ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി, ബാക്കിയുള്ള ദിവസം നല്ല വെജിറ്റബിൾ കറികൾ. അങ്ങനെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ എന്തിനാണ് വെളിയിൽ കൊണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അടിക്കുന്നത്? അപ്പോഴാണ് കാര്യം അറിഞ്ഞത്. ഗോവിന്ദച്ചാമിക്ക് ഈ കുറെ കാലമായിട്ട് ഗോവിന്ദച്ചാമി ആളൂർ വക്കീൽ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ആഹാരവും കഴിക്കാൻ വയ്യ, ഊണുമില്ല, ഉറക്കവുമില്ല. അങ്ങനെ ആകെ മെലിഞ്ഞ് അദ്ദേഹം അസ്ഥികൂടമായി. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോലും, പക്ഷെ ആഗ്രഹത്തിന്റെ കാര്യം പുള്ളി പുറത്ത് പറഞ്ഞിരുന്നില്ല. എന്തായാലും പോലീസുകാർക്കാണെങ്കിൽ ഈ അടുത്തായിട്ട് ഭയങ്കര ചീത്തപ്പേരാണ്. കള്ളന്മാരെ പിടിക്കുന്നില്ല, കൊള്ളക്കാരെ പിടിക്കുന്നില്ല, ഒരു അഴിമതിക്കാരെയും പിടിക്കുന്നില്ല, ഒരു കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പോലീസിനൊരു അതിബുദ്ധി തോന്നിയത്. ഗോവിന്ദച്ചാമിയെ പുറത്തുവിട്ട് ഓട്ടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവും. അങ്ങനെ ഗോവിന്ദച്ചാമി എന്തി ഇവരൊന്ന് പതുക്കെ പുറത്തേക്ക് വിട്ട്, എന്നിട്ട് രാത്രിക്ക് രാമാനം ആൾക്കാരെല്ലാം ഉറങ്ങിക്കിടന്നവരെയൊക്കെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗോവിന്ദച്ചാമി ചാടിപ്പോയി, നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. പോലീസിന് 1 മണിക്കൂർ കൊണ്ട് ഗോവിന്ദച്ചാമി പിടിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡ് പോലീസിന് തന്നെ തട്ടിയെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലിൽ ഗോവിന്ദച്ചാമിയെ പുറത്തുവിട്ട് ഗോവിന്ദച്ചാമിയെ 1 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ധീരതയ്ക്കുള്ള പോലീസിന് ഉള്ള അവാർഡ് അവർ തന്നെ നേടുകയും ചെയ്യും. ഇതിനിടയിൽ സംഭവിച്ച ഒരു ദുരന്തമെന്ന് പറയുന്നത് ഗോവിന്ദച്ചാമി ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. തന്നെ ഇത്രയും കാലം സംരക്ഷിക്കുകയും തനിക്ക് വേണ്ടി ഒരുപാട് ചീത്തവിളികളും ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ആളൂർ വക്കീൽ. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു ബലിയിടാൻ ഒരു മനുഷ്യൻ പോലുമില്ല. ഞാനെങ്കിലും ആ കൃത്യം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല എന്ന് വിചാരിച്ച് പോലീസുകാർ പുറത്തുവിട്ട ഗോവിന്ദച്ചാമി എന്ത് ചെയ്യുക, ഈ തമ്മിലുള്ള ഒരു ധാരണ തെറ്റിച്ചുകൊണ്ട് ആളൂർ വക്കീലിന് ഒരു ബലിയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗോവിന്ദച്ചാമി മുങ്ങിക്കളഞ്ഞു. പോലീസുകാർ ആകെ കുടുങ്ങി. പോലീസുകാർക്ക് ഇനി എങ്ങനെയെങ്കിലും ഗോവിന്ദച്ചാമിയെ പിടിച്ചല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. ഗോവിന്ദച്ചാമി അവസാനം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കിണറ്റിനകത്ത് ചാടിയിരുന്നു. എന്തായാലും കിണറ്റിനകത്തെങ്കിലും പോലീസുകാർ ചാടി ഗോവിന്ദച്ചാമിയെ പൊക്കി വീണ്ടും കൊണ്ടുപോയി. ധീരതയ്ക്കുള്ള അവാർഡും ഈ വർഷം അവർക്ക് തന്നെ കിട്ടും. ഞാൻ എന്തായാലും അടുത്ത ചാനൽ നോക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ചാനൽ നോക്കിയപ്പോൾ ഇതെന്തായാലും കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് അനുകൂലമുള്ള ഒരു ചാനലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇരുന്ന് എന്തൊക്കെ പിറുപിറുക്കുന്നു. എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചു. കേന്ദ്രം പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2030 കൂടി ഒരു അപകടത്തിലും പെട്ട് മരിക്കാതെ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും 10,000 രൂപ വീതം പെൻഷൻ കൊടുക്കുമെന്ന്. എന്റെ ദൈവമേ, ഇത് കൊള്ളാലോ. പക്ഷെ അതിന്റെ പിന്നിൽ വേറൊരു ചതിയുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് അറിയാം 2030 ആവുമ്പോഴേക്കും ഈ കേരളത്തിൽ ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ അറിയാലോ, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചില്, റോഡിലെ കുഴി, കറണ്ടടിച്ച് ചാവല്, സ്കൂൾ ഇടിച്ച് വീഴുന്ന ചാവല്, വേപ്പട്ടി കടിച്ച് ചാവല്. എന്തായാലും 2030 കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും ധീരമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ 2030 ശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അതിൽ പ്രായഭേദമന്യേ 10,000 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് അനുകൂലമുള്ള ഒരു ചാനലാണിത്. എങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് നയമായിരിക്കുമല്ലോ അവർ പറയുന്നത്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന 2030 ശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സന്തോഷിക്കാം, സുഖകരമായി ജീവിക്കാം. പക്ഷെ അതുവരെ ജീവിച്ചിരിക്കുമോ എന്നുള്ളതാണ് സംശയം. ഈ ചാനലുകളൊന്നും ഒരു രസമില്ലാന്ന് വിചാരിച്ച് ആദ്യം കണ്ട ചാനലിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടുത്തെ പൊട്ടിച്ചിരി ഇതുവരെ അവസാനിച്ചിട്ടില്ല. മരിച്ചുപോയത് അച്യുതാനന്ദനാണെങ്കിലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പിണറായിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിരിയും കളിയും സന്തോഷവും ഒക്കെ കണ്ടിട്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ സന്തോഷിക്കുന്നു എന്ന് ആലോചിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ചാനലുകൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു പോലും. ആ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പണിയാണിത്. കേരളത്തിൽ ആദ്യമുണ്ടായ ഒരു ചാനലാണ്, കേരളത്തിൽ നമ്പർ 1 ചാനൽ എന്നൊക്കെ എല്ലാവരും
പറയുന്നത്. പക്ഷെ അതിനെ ഇദ്ദേഹത്തിന് ഒന്ന് പരാജയപ്പെടുത്തണം. അപ്പോൾ അതിന് കണ്ട ഒരു എളുപ്പ മാർഗമായിരുന്നു ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ചത്തുപോയി എന്ന് പറഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. എന്തായാലും ഈ ചാനലിലും വാർത്തകളൊന്നും അത്ര സുഖമില്ല, വേറൊരു ചാനൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇദ്ദേഹത്തിന് പണ്ടേ ഒരു പണി ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? ഇലക്ഷൻ വരണ സമയത്ത് ഇദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി 25,000-30,000 വോട്ടിന് ജയിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ സീറ്റിലും BJP തോറ്റു എന്ന് പറഞ്ഞ് കാലത്തെ 7 മണിയാവുന്നവ പുള്ളി പ്രഖ്യാപനം നടത്തി. BJPക്ക് എതിരായിട്ട് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും 50,000-60,000 വോട്ടിന് മുമ്പോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അടിച്ചു വിടുന്നത് കേൾക്കാം. അതുപോലെ ചാനലിന് ആളെ പിടിച്ചിരുന്നാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് എന്നാണെന്ന് അറിഞ്ഞത്. ഇതെല്ലാം കണ്ട് മനം മടുത്ത ഞാൻ എൻ്റെ റേഡിയോയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചുപോയി. അപ്പോഴും അതിൽ പാടുന്നുണ്ടായിരുന്നു, എൻ്റെ കേരളം എത്ര സുന്ദരം.